ആഗോള നേതാക്കളുടെ സംഗമവേദിയായ ലോക സർക്കാർ ഉച്ചകോടിക്ക് ദുബായിൽ തുടക്കം. രാഷ്ട്രതലവന്മാരും ഉന്നത സർക്കാർ മേധാവികളുമടക്കം 60,000-ഓളം പേരാണ് 4 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. സുസ്ഥിര വികസനത്തിനും കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കാനും രാഷ്ട്രങ്ങൾ മുൻഗണന നൽകണമെന്ന് ഉച്ചകോടിയിൽ ഇന്ത്യ നിർദ്ദേശിച്ചു. ഭാവി ഭരണകൂടങ്ങളെ രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന ചർച്ചയാണ് 3 ദിവസത്തെ ലോക സർക്കാർ ഉച്ചകോടിയുടെ കാതൽ. എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ദുബായിൽ നടക്കുന്ന 12ാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള നേതാക്കളുടെ പ്രാതിനിധ്യത്തിൽ ഇത്തവണ 50% വർധനയുണ്ട്. 21 ആഗോള ഫോറങ്ങളും 30-ലധികം മന്ത്രിതല യോഗങ്ങളും ഉച്ചകോടിയുടെ ഭാഗമായി നടക്കും. ഇന്തോനേഷ്യ, പോളണ്ട്, കൊളംബിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പാകിസ്ഥാൻ, കുവൈറ്റ്, അർമേനിയ, കെനിയ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് ആദ്യ ദിനം ഉച്ചകോടിയിൽ പങ്കെടുത്തത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും സംശുദ്ധ ഊർജ്ജം ഉറപ്പാക്കാനും സഹായിക്കുന്ന നടപടികൾ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് ഭൂപേന്ദ്ര യാദവ് ഉച്ചകോടിയിൽ പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതിക്കായി വ്യക്തികളെ പ്രേരിപ്പിച്ച് രാജ്യത്തെയും ഭൂമിയെയും സംരക്ഷിക്കാനുള്ള ദൗത്യമാണ് ഇന്ത്യ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ മാസം 13-നാണ് ലോക സർക്കാർ ഉച്ചകോടി സമാപിക്കുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.